ഫിഫ ലോകകപ്പിലെ ആഫ്രിക്കയുടെ ശേഷിക്കുന്ന പ്രതീക്ഷയാണ് മൊറോക്കോ. ഫ്രഞ്ച് കടമ്പ കടന്നാൽ ആഫ്രിക്കയുടെ ആദ്യ ലോകകപ്പ് എന്ന പ്രതീക്ഷകൾക്ക് കൂടുതൽ കനം വെപ്പിക്കാനും അറ്റ്ലസ് ലയൺസിനാകും. സ്പെയിനിന് തെക്ക് ജിബ്രാൾട്ടർ കടലിടുക്ക് കടന്നാൽ ഒരു രാജ്യമുണ്ട്, വടക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോ. പണ്ടത്തെ സ്പാനിഷ് കോളനി, വിവിധ സംസ്കാരങ്ങളുടെ സംഗമഭൂമി. ഭക്ഷണത്തിലും വിനോദത്തിലും ആ സങ്കരത്വത്തിന്റെ വൈവിധ്യം പ്രകടം. ആ മിശ്രണം അവരുടെ കാൽപന്തുകളിലും കാണാം. നല്ല ജീവിതം തേടി കടലുകടന്ന് മറുകര പിടിച്ചവർ ഏറെയുണ്ട് മൊറോക്കൻ ജനതയിൽ. ആ വേര് തേടിപ്പിടിച്ച് സ്വന്തക്കാരെ ചേർത്തുപിടിക്കാനുള്ള തീരുമാനമാണ് മൊറോക്കൻ ഫുട്ബോളിന്റെ ജാതകം മാറ്റിയത്. മൊറോക്കൻ നിരയിലെ 26-ൽ 20 പേരും ജനിച്ചതോ വളർന്നതോ അന്നാട്ടിലല്ല. ഫ്രാൻസിൽ നിന്നും, സ്പെയിനിൽ നിന്നും, നെതർലാൻഡ്സിൽ നിന്നും, എന്തിന് കാനഡയിൽ നിന്ന് പോലും കണ്ണു ചേർത്തുണ്ടാക്കിയൊരു സംഘം. ഇത്തവണ ആദ്യ കളിയിൽ ബ്രസീലിനെതിരെ കളത്തിലിറങ്ങിയപ്പോൾ മൊറോക്കോ ഒരു ചരിത്രം കുറിച്ചു. ലോകകപ്പിൽ ആദ്യമായി മറുനാടുകളിൽ ജനിച്ച 11 പേരുമായി കളിച്ച ആദ്യ ടീം. കാൽപന്തുകളിയുടെ മഹാവേദിയിൽ മൊറോക്കോ ആദ്യമായി പന്തു തട്ടുന്നത് 70-ലെ മെക്സിക്കോ ലോകകപ്പിലായിരുന്നു. രണ്ടാമതൊന്നുകൂടി ആ കളിത്തട്ടിലിറങ്ങാൻ 16 കൊല്ലം വീണ്ടും ആ പന്ത് ഉരുണ്ടുരുണ്ട് മെക്സിക്കോയിൽ എത്തേണ്ടി വന്നു. അന്ന് ആദ്യമായി അറ്റ്ലസ് ലയൺസ് ഗ്രൂപ്പ് ഘട്ടം കടന്നു. 94-ലും 98-ലും 2018-ലും ലോകകപ്പ് വേദി കണ്ടുമടങ്ങാനായിരുന്നു നിയോഗം. പക്ഷേ 2022 ഖത്തർ ലോകകപ്പിൽ കളി മാറി. അച്രഫ് ഹക്കീമിയും സോഫിയാൻ അമ്രാബാത്തും ഹക്കിം സിയേഷുമെല്ലാം നിറഞ്ഞാടിയപ്പോൾ വൻമരങ്ങളെ കടപുഴക്കി സെമിയിലെത്തി. ലോകകപ്പിന്റെ അവസാന നാലിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ ടീമായി. ഇത്തവണ നെതർലൻഡ്സിനെ ഷൂട്ടൌട്ടിൽ മറികടന്നപ്പോൾ മറ്റൊരു ചരിത്രം കൂടി കുറിച്ചു മാർവലസ് മൊറോക്കോ. തുടർച്ചയായ 2 ലോകകപ്പുകളിൽ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ ടീം. ആഫ്രിക്ക മുഴുവൻ മൊറോക്കോയ്ക്കൊപ്പമുണ്ട്. യൂറോപ്പിന്റെയും ലാറ്റിൻ അമേരിക്കയുടെയും അധീശത്വം അവസാനിപ്പിച്ച ആദ്യ ആഫ്രിക്കൻ വിശ്വ ചാമ്പ്യന്റെ വരവിനായി. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.